20-ാം തീയതി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഡോക്ടർ പി സരിൻ മറുകണ്ഠം ചാടി അദ്ദേഹത്തെ സംരക്ഷിച്ച് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയതിൽ തൻ്റെ അമർഷം അദ്ദേഹം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ മറുകണ്ഠം ചാടുന്ന ആളുകളെ സംരക്ഷിച്ച പാർട്ടി പുലിവാലി പിടിച്ചിട്ടുണ്ട് എന്നുകൂടി ഇ.പി. ജയരാജൻ ഓർമ്മിക്കുന്നു. എന്തായാലും കാത്തിരുന്ന് കാണാമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കൊപ്പം ചേലക്കരയിൽ നിന്ന് എസ് വിജയകുമാർ കൂടി ചേർന്നു. വിജയകുമാർ, കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി ഈ ആത്മകഥയുടെ ഭാഗങ്ങൾ നമ്മൾ പ്രസിദ്ധപ്പെടുത്തിയ വാർത്ത വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വിവാദമാകാൻ പോകുന്ന ഉള്ളടക്കമാണ് ഈ ആത്മകഥയിലുള്ളത്. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ലളിതമായ ജീവിതത്തിൻ്റെ പ്രതീകമായി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊരു വിവാദത്തിൻ്റെ വഴിമരുന്നിട്ടോ ഇന്ന് ഈ പുസ്തകത്തിൻ്റെ കവർ പേജ് എന്ന് വേണമെങ്കിൽ പറയാം. പറയൂ എസ് വിജയകുമാർ. ഇ.പി. ജയരാജന്റെ പുസ്തകത്തിന്റെ പേരിലെ ആ ലളിതമായ പരാമർശം പോലെ അല്ല കാര്യങ്ങൾ ചേലക്കരയിലടക്കം അല്ലെങ്കിൽ പാലക്കാട്ടടക്കം ചർച്ചയാവുന്നത്. ഈ പുസ്തകത്തിലെ വാർത്തകൾ നമ്മൾ പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ ചേലക്കരയിൽ അത് CPM കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയാവുകയും നമ്മളോട് പലരും വ്യക്തിപരമായി എന്താണ് അതിൽ സംഭവിച്ചത്, അതിൽ ആ പുസ്തകം ഉള്ളതാണോ അതോ വ്യാജമാണോ, ഇ.പി. ജയരാജൻ നിഷേധിച്ചല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് വാർത്ത ഇപ്പോഴും പിൻവലിക്കാത്തത് തുടങ്ങിയ ചോദ്യങ്ങളുമായി നമ്മളെ സമീപിക്കുന്നുണ്ട്. ഞാൻ അവരെയൊക്കെ ഈ പുസ്തകത്തിന്റെ പുറംചട്ട DC ബുക്സ് അവരുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അവരുടെ അതിന്റെ പുറത്തുവിട്ട പുറംചട്ട ഞാൻ കാണിച്ച് അവരോട് ഇതിന്റെ വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇതിനോടകം എത്ര സജീവ ചർച്ചാ വിഷയമായി ചേലക്കരയിൽ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളോട് നേരിട്ട് നമ്മളെ കാണുമ്പോൾ ആളുകൾ വന്ന് നമ്മളോട് ഇതിന്റെ വിശദാംശങ്ങൾ തേടുന്നത്. പലരും കുറച്ച് രോഷത്തോടെയൊക്കെയാണ് നമ്മളോട് സമീപിക്കുന്നത്. നമ്മൾ മാധ്യമങ്ങൾ എന്തോ അതിലൊരു കൃത്രിമമായി ഇടപെട്ടു എന്ന മട്ടിലാണ് അവർ സമീപിക്കുന്നത്. കാരണം ഇ.പിയുടെ വിശദീകരണം അതാണ്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നത് ഓരോ മിനിറ്റിലും വ്യക്തമാവുകയാണ്. അതിന്റെ പശ്ചാത്തലം ഇപ്പോൾ അത്തരം ഒരു പുസ്തകം എഴുതാൻ, ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഒരു പുസ്തക പ്രസാധകരെ, പ്രത്യേകിച്ച് DC ബുക്സിനെ പോലുള്ള ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിക്കാതെ അവർക്ക് എങ്ങനെ അതിന്റെ ഉള്ളടക്കം കിട്ടും, അവരെങ്ങനെ ആധികാരികമായി അതിന്റെ പ്രസിദ്ധീകരണത്തിന്റെ വിവരങ്ങൾ ജനങ്ങളോട് പറയുമെന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതിനൊന്നും ഇ.പി. ജയരാജൻ വ്യക്തമായ മറുപടി നൽകിയിട്ടുമില്ല. തന്നെയുമല്ല, ഇ.പിക്ക് ഇനി അത് വ്യാജരേഖയാണെന്ന് പരാതിയുണ്ടെങ്കിൽ അദ്ദേഹം വക്കീൽ നോട്ടീസ് അയക്കലല്ല വേണ്ടത്, പോലീസിനെ സമീപിച്ച് ഒരു ക്രിമിനൽ കേസ് കൊടുത്ത് ആ പുസ്തകശാല റെയ്ഡ് നടത്തി അതിന്റെ വ്യാജരേഖയാണെങ്കിൽ അത് പിടിച്ചെടുത്ത് നിയമ നടപടിയിലേക്കൊക്കെയാണ് പോകേണ്ടത്. അതിനൊന്നും അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതുകൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ആ പുസ്തകം ഒറിജിനലാണ്, അതിന്റെ ഉള്ളടക്കം അദ്ദേഹത്തിൻ്റെത് തന്നെയാണ് എന്ന് അത് വ്യക്തമാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രസാധനം നീട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സാഹചര്യം DC ബുക്സ് ആണ് അത് വിശദീകരിക്കേണ്ടിയും വരിക. എന്തായാലും ഇത് വളരെ സജീവ ചർച്ചാ വിഷയമാണ്. ഇപ്പോൾ നേരത്തെ ടി സിദ്ദിഖ് പറഞ്ഞതുപോലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് VS അച്യുതാനന്ദൻ രമയെ കാണാൻ, KK രമയെ കാണാൻ ഇപ്പോൾ TP ചന്ദ്രശേഖരന്റെ വസതിയിലേക്ക് പോയ ദിവസത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പലരും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതാണ്ട് അതിന് സമാനമാണ് ആ രാഷ്ട്രീയ സാഹചര്യം. അതായത് ഇ.പി. ജയരാജന്റെ പുസ്തകം അതിന്റെ ഉള്ളടക്കം പുറത്തു വരുന്ന സാഹചര്യം അതാണ്, അതിനോട് ചേർത്ത് വെക്കാവുന്നതാണ് എന്ന് പറയുമ്പോൾ എത്ര ഗൗരവമാണ് ഈ വിഷയം എന്ന് ഓർക്കേണ്ടതുണ്ട്. ചേലക്കരയിലെ കാര്യവും ഈ പുസ്തകത്തിൽ ഇ.പി. പരാമർശിക്കുന്നുണ്ട്. PV അൻവറിന്റെ സാന്നിധ്യം ഇടതുമുന്നണിക്ക് ഇവിടെ ദോഷം ചെയ്യും എന്ന് പറയുന്നു. അതായത് അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സൂചന, അതായത് ഈ PV അൻവർ പറയുന്ന പ്രശ്നം, അതായത് സർക്കാരിനെതിരെയാണ്. PV അൻവർ ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു, മുഖ്യമന്ത്രിയുടെ അടുത്ത അനുയായിയായി അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ച ആളാണ്. മുഖ്യമന്ത്രിയെ രാഷ്ട്രീയമായി ആക്രമിക്കുന്നവരെ രാഷ്ട്രീയമായും അല്ലാതെയും ഒക്കെ PV അൻവർ പലപ്പോഴും നേരിട്ട ചരിത്രം നമുക്ക് മാധ്യമപ്രവർത്തകരുടെ അടക്കം കാര്യത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ സർക്കാരിനെ ഇത്രയും പിന്തുണച്ചയാൾ പെട്ടെന്ന് സർക്കാർ വിരുദ്ധനാകുന്നുവെങ്കിൽ ആ സർക്കാർ വിരുദ്ധത ചേലക്കരയിൽ ചർച്ചയാകുന്നു എന്നതാണ് ഇ.പി. ജയരാജന്റെ പുസ്തകത്തിന്റെ ഈ ചേലക്കരയിലെ ധ്വനി അതാണ്. അതുകൊണ്ട് തന്നെ അത് വേറൊരു തരത്തിൽ CPM ചേലക്കരയിലും തലവേദന സൃഷ്ടിക്കുന്നുണ്ട്, പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതാണ് PV അൻവറിനെ ചേർത്ത് ചേലക്കരയെ പറ്റി പറയുമ്പോൾ PV അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ ചേലക്കരയിൽ ചർച്ചയാകുന്നുണ്ട്. അത് ഇടതുമുന്നണിക്ക് ദോഷം ചെയ്യുമെന്നാണ് ഇവിടെ ഇ.പി. ജയരാജൻ പറയുന്നത്. യഥാർത്ഥത്തിൽ അത് സർക്കാരിൻ വിരുദ്ധ നിലപാട് ഇവിടെ ചർച്ചയാകുന്നു എന്നതിന്റെ സൂചന തന്നെയാണ്. അത് CPM കേന്ദ്രങ്ങളെ യഥാർത്ഥത്തിൽ ചേലക്കരയിൽ ഞെട്ടിച്ചിട്ടുണ്ട്. ഇവിടെ PV അൻവറിന്റെ സാന്നിധ്യം UDFന് ദോഷം ചെയ്യുമെന്നതായിരുന്നു പൊതുവെ LDF കേന്ദ്രങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ സുധീർ പിടിക്കുന്ന വോട്ട് UDFിൽ നിന്ന് പോകും എന്നതാണ് അവരൊക്കെ പറഞ്ഞു. അതിനിടയിലാണ് അപ്പോൾ ചേലക്കര യഥാർത്ഥത്തിൽ PV അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങളാണ് ചർച്ചയാകുന്നത്. അത് UDFിനല്ല LDFിനാണ് ദോഷമായി ഭവിക്കുക എന്ന് ഇ.പി. ജയരാജൻ പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇവിടെ CPM കേന്ദ്രങ്ങളിൽ, ഇടതു കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. പാലക്കാട്ടെ കാര്യം നമ്മൾ പറയേണ്ടതില്ല. സരിന്റെ സ്ഥാനാർത്ഥിത്വം അത് ഇ.പി. ജയരാജൻ അക്ഷരാർത്ഥത്തിൽ ആ പുസ്തകത്തിൽ തള്ളുന്നുണ്ട്.
അതും ആ മട്ടിൽ തന്നെയാണ്. അപ്പോഴത് വരാനിരിക്കുന്ന പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇതിനോടകം നിരവധി പ്രശ്നങ്ങൾ ചർച്ചയാകുന്നതിനിടെയാണ് അതിനെയൊക്കെ മാറ്റിവെച്ച് പുതിയ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇതാ ഇ.പി. ജയരാജന്റെ ഈ പുസ്തകത്തിലെ പരാമർശവും ചർച്ചയാകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇ.പി. ജയരാജന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോളിംഗ് ബൂത്തിന് മുന്നിൽ നിന്ന് മറുപടി പറഞ്ഞത് നമ്മളുടെയൊക്കെ മുന്നിലുണ്ട്. ഇ.പി. ജയരാജന്റെ അന്ന് നന്ദകുമാറുമായി വിവാദ ദല്ലാൽ നന്ദകുമാറുമായുള്ള കൂട്ട് സൗഹൃദം അത് ഒഴിവാക്കേണ്ടതാണ്. ഇത്തരം ആളുകളുമായി സൗഹൃദം ബന്ധം പാടില്ലെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നതടക്കം അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി വോട്ട് ചെയ്ത ശേഷം ഇ.പി. ജയരാജന് പരസ്യമായി മറുപടി പറഞ്ഞത് പോളിംഗ് ബൂത്തിന് മുന്നിൽ നിന്നാണ്. മാധ്യമപ്രവർത്തകരെയൊക്കെ സാക്ഷിയാക്കിയ ഒരു വലിയ വാർത്താ സമ്മേളനം മട്ടിലാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ.പിക്ക് മറുപടി പറഞ്ഞത്. ആ രംഗങ്ങളൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരെന്ന നിലയിൽ നമ്മളുടെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ്. എന്താണ് ഇതിൽ ഇനി CPM നേതൃത്വം മറുപടി പറയാൻ പോകുന്നത് എന്ന് പരിശോധിക്കേണ്ടത്. സംസ്ഥാന സെക്രട്ടറി ഒരുപക്ഷെ അതിൽ ഒരു വിശദീകരണം ഇന്ന് തന്നെ നൽകിയേക്കുമെന്നാണ് ചേലക്കരയിലെ CPM നേതാക്കൾ പറയുന്നത്. അവർ അതിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് മുതിർന്നിട്ടില്ല. കെ രാധാകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇവിടെ വോട്ട് ചെയ്യാൻ അല്പസമയത്തിനകം എത്തുന്നുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് പ്രതികരണം തേടേണ്ടതുണ്ട്. നേരത്തെ ഈ വിഷയത്തിൽ അദ്ദേഹം ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് അദ്ദേഹത്തോടൊപ്പമുള്ളവർ പറയുന്നത്. അത് അദ്ദേഹം ഇതിനോടകം ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ടാകും. എന്ത് അദ്ദേഹം പറയാൻ പോകുന്നു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. SK എന്തായാലും ഇത് ചേലക്കരയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ആകെ ചർച്ചയായിട്ടുണ്ട്. ഈ PV അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് CPM-നെയാണ് അൻവർ പ്രതിരോധത്തിലാക്കുന്നത്. പാർട്ടിക്കാണ് ചേലക്കരയിൽ ദോഷമുണ്ടാക്കുക എന്നുകൂടി ഇ.പി. ജയരാജൻ പറയുന്നത്. ചേലക്കരയിലെ CPM കേന്ദ്രങ്ങൾ അക്ഷരാർത്ഥത്തിൽ തെല്ല് ഞെട്ടലോടെയാണ് കാണുന്നത്. എസ് വിജയകുമാറാണ് ചേലക്കരയിൽ നിന്ന് ചേർന്നത്. രാഷ്ട്രീയ തിളച്ച എണ്ണയിൽ ഇ.പിയുടെ പരിപ്പോട വീണ് കഴിഞ്ഞു. ആ പരിപ്പോട കുറച്ചുകൂടി പൊള്ളുമെന്ന കാര്യത്തിൽ സംശയമില്ല. പരിപ്പോടയും കട്ടൻ ചായയും കമ്മ്യൂണിസ്റ്റുകൾ ഒളിവിലിരുന്ന കാലത്ത് അവരുടെ ഏറ്റവും വലിയ ലാളിത്യത്തിൻ്റെ പ്രതീകമായി മാറിയ കട്ടൻ ചായയും അതേപോലെ തന്നെ പരിപ്പ് വടയും പിന്നെ അവർ പറയാതെ പോകുന്ന ബീഡിയും ഒക്കെ വളരെ കേരളത്തിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു. ഒരുപക്ഷെ തോപ്പിൽ പാസിയുടെ ഒളിവിലെ ഓർമ്മകളിലൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കാലത്തിൻ്റെ അനാവരണം മാത്രമല്ല ഇതിലുള്ളത്. ആധുനിക കാലത്ത് കമ്മ്യൂണിസ്റ്റുകൾ സഞ്ചരിക്കേണ്ട വഴിയിൽ നിന്ന് മാറി ചലിക്കുമ്പോൾ അവർക്ക് എത്രമാത്രം അപജയം സംഭവിക്കുന്നു എന്നുകൂടി ഇ.പി. ജയരാജൻ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പായി, ഈ പുസ്തകം വിപണിയിൽ വരും, വളരെ വൈകാതെ തന്നെ വരും. ഈ പുസ്തകത്തിൻ്റെ പ്രിൻറ്റിംഗ് ഒക്കെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. സാങ്കേതികമായി നീട്ടിവെച്ചിരിക്കുന്ന പ്രസാധനം എന്ന DC ബുക്സ് അറിയിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഇ.പിയെ പോലെയുള്ള ആൾക്കാരുടെ സമ്മർദ്ദം കൊണ്ട് അത് DC പറയുന്നതാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ്. കാരണം ഈ പുസ്തകത്തിലെ ഉള്ളടക്കത്തെക്കുറിച്ച് അദ്ദേഹം നിഷേധിക്കുന്നുണ്ടെങ്കിലും ആ ഉള്ളടക്കം ഒരുപാട് തലങ്ങളിലേക്ക് അത് മിന്നി പടരും വരുന്ന നാളുകളിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇ.പി ഇതൊരു ഗൂഢാലോചനയാണെന്ന് പറയുമ്പോഴും ഈ പുസ്തകം പിന്നാമ്പുറത്ത് റെഡിയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് നേരെ